ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആശാ സജി. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൂന്നാമത് ഒരു വ്യക്തി കാരണം നിങ്ങളുടെ പ്രണയബന്ധം അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ ബന്ധം, നിങ്ങളുടെ കുടുംബ ബന്ധം തകർന്നിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒത്തിരി പേര് എന്നെ ഓരോ ദിവസവും ഈ ഒരു കാര്യത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വിളിക്കാറും മെസ്സേജ് ചെയ്യാറും ഒക്കെ ഉണ്ട്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ഒരാളുണ്ട്, അവരെ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിലേക്ക് തിരിച്ചു വരാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധമാവട്ടെ, സൗഹൃദ ബന്ധമാവട്ടെ, കുടുംബ ബന്ധമാവട്ടെ, ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുക. നമ്മൾ സ്നേഹമായി മാറുന്ന സമയത്ത് മാത്രമേ നമ്മൾക്ക് സ്നേഹത്തെ ആകർഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അഫർമേഷനാണ്, ഞാൻ സ്നേഹമാണ്, ഞാൻ യഥാർത്ഥ സ്നേഹത്തെ ആകർഷിക്കുന്നു എന്ന ഈ അഫർമേഷൻ 11 തവണ ഒരു ദിവസം എഴുതുക. രാവിലെ ഉണർന്നാൽ ഉടനെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അത് 11 ദിവസവും എഴുതുക. ഈ ഒരു അഫർമേഷൻ എഴുതുമ്പോൾ വളരെ ഫീൽ ചെയ്തുകൊണ്ട് എഴുതുക. ഇനി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ വേറൊരാളുണ്ടെങ്കിൽ ആ വ്യക്തിയോടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയോടും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വളരെയധികം ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ ദേഷ്യവും വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ നമ്മുടെ കാന്തിക ശക്തി നഷ്ടപ്പെടും. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടെന്ന്. അത് ഹൈ ആകുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവുന്നത്. എന്നാൽ ദേഷ്യവും വെറുപ്പും നമ്മിലുണ്ടായാൽ നമ്മുടെ വൈബ്രേഷൻ ലെവൽ കുറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അത് നമ്മളിലേക്ക് വരും. ഇനി നിങ്ങൾ ദേഷ്യവും വെറുപ്പും മനസ്സിൽ വെച്ച് നടന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകും. അതുകൊണ്ട് അവരോട് പൂർണ്ണമായി ക്ഷമിക്കുക. അപ്പോൾ ക്ഷമിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്, പക്ഷേ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ക്ഷമിക്കണം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കുക. അതിന് പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, വളരെ ഫീൽ ചെയ്ത് നന്ദി പറയുക. നിങ്ങളുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയണം. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ കൂടും. അപ്പോൾ നിങ്ങൾക്ക് ആകർഷിക്കാനുള്ള ശക്തിയും കൂടും. ഇനി നിങ്ങളുടെ മനസ്സിൽ നിന്ന് തേർഡ് പേഴ്സണെ പൂർണ്ണമായും ഒഴിവാക്കുക. ഇനി അവരെ ഓർക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾ, അത് നിങ്ങൾ വിവാഹിതരാകുന്നതാകാം, ഇനി വിവാഹത്തിന് ശേഷമുള്ള കാര്യമാവാം, ഇനി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാവാം. അത് കണ്ണടച്ചുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക. അത് വളരെയധികം ഫീൽ ചെയ്യുക, അതായത് അനുഭവിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം വളരെ വേഗം നടക്കും. ഈ ഒരു കാര്യം നിങ്ങൾ രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് മുൻപായും ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും നേരത്തെ പറഞ്ഞ അഫർമേഷനും ഒക്കെ ഈ ഒരു സമയത്ത് ചെയ്യുക. അതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.